തലച്ചോറും സുഷുമ്നയും ഉൾപ്പെടെയുള്ള കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് വളരെ അസഹനീയമായ അവസ്ഥകളിലൂടെയാണ് അത് ബാധിച്ച വ്യക്തികളെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപൂർവ രോഗങ്ങളെ വളരെ ഗൗരവപൂർവം കണ്ടുകൊണ്ട് ആ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് കഴിയുന്നത്ര സാമൂഹ്യമായ പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. ആ നിലയിലുള്ള പിന്തുണ ഏവർക്കും ഉറപ്പാക്കുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെയും SIDയുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ വിവിധ പദ്ധതികൾ നൽകിപ്പോരുന്നുണ്ട്. MS രോഗബാധിതർക്കായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വിലപിടിച്ച മരുന്നുകൾ ലഭ്യമാക്കുക എന്നുള്ളത് വളരെ പ്രതിബദ്ധതയോടുകൂടി തന്നെ സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിനായിട്ട് 264 പേരാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവർക്ക് ശ്രീചിത്രയിലൂടെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലൂടെയും മരുന്നുകൾ ലഭ്യമാക്കുകയും ആരോഗ്യ രംഗത്തെ ഇതര സേവനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളത് മുറിഞ്ഞു പോകാതെ നിരന്തരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാർ പരിശ്രമിക്കുന്നത്. തുടർന്നും അതിൻ്റെ മുന്നോട്ട് പോക്ക് ഉറപ്പാക്കാൻ നമുക്ക് ശ്രമിക്കാം. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് ഈ അവസ്ഥ എത്രമാത്രം പ്രയാസങ്ങളാണ് അത് ബാധിച്ചവർക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇത് സമൂഹ മനസാക്ഷിയെ ഉണർത്തുകയും ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങൾക്കിടയിൽ നല്ലതുപോലെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതിന് നന്നായി ഉതകുന്ന ഒരു വീഡിയോ ആണ്. അത് തയ്യാറാക്കിയതിന് അതിന് പിന്നിൽ പ്രവർത്തിച്ച ഏവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അതിലുപരി നമ്മുടെ പ്രിയങ്ക കുട്ടി, പിന്നെ നമ്മുടെ രാഹുൽ ഡോക്ടർ, മറ്റേ കുട്ടിയുടെ പേര് എനിക്ക് അറിയില്ല, അലീന, എല്ലാവരും വളരെ മികച്ച രീതിയിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. തുടർന്നും ഈ സേവനങ്ങളൊക്കെ നൽകി വരാൻ KSSMനും SIDക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും.